നമസ്കാരം. രാജ്യം ഞെട്ടലോടെ കേട്ട ഒരു വാർത്തയായിരുന്നു അജിത് പവാർ വിമാനാപകടത്തിൽ മരിച്ചു എന്ന വാർത്ത. അതോടെ NCP തന്നെ അങ്കലാപ്പിലാവുന്ന ഒരു അവസ്ഥയിലായി. പക്ഷേ BJPയും അതോടൊപ്പം തന്നെ NDA എല്ലാം കൂടെ NCPയെ ചേർത്ത് പിടിക്കുന്നു. അജിത് പവാറിന്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു നീക്കമാണ് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ സംഭവിക്കുന്നത്. ഇപ്പോൾ വരുന്ന നിർണായകമായ ഒരു രാഷ്ട്രീയ നീക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അജിത് പവാറിന്റെ ഭാര്യയായ സുനേത്ര പവാറിനെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിയമിക്കാൻ അല്ലെങ്കിൽ അവരോധിക്കാനുള്ള ഒരു നീക്കമാണ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത്. ഒരു നിർണായകമായ ഒരു മാറ്റമാണ് ഇപ്പോൾ NCPയിൽ സംഭവിക്കുന്നത്. ഇപ്പൊ ദേവേന്ദ്ര ഫഡ്നാവിസ് മന്ത്രിസഭയിൽ ഷിൻഡെയും പിന്നെ അന്തരിച്ച അജിത് പവാർ ദാദയുമായിരുന്നു രണ്ട് ഉപമുഖ്യമന്ത്രിമാർ. അപ്പോൾ ആകസ്മികമായിരുന്നു അജിത് പവാറിന്റെ ആ ദാരുണമായ വിമാനാപകടത്തിൽ. അതേക്കുറിച്ചൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പറ്റിയത്? അവസാന നിമിഷം വരേണ്ട പൈലറ്റ് മാറി പുതിയൊരു പൈലറ്റ് വരുന്നു. എമർജൻസി ലാൻഡിംഗ് ആയിരുന്നു. പൈലറ്റിന് വേണമെങ്കിൽ തിരികെ പോകാമായിരുന്നു. റൺവേ കാണാൻ പറ്റിയില്ല. പക്ഷേ ആരുടെ സമ്മർദ്ദത്താലാണ് പൈലറ്റ് എമർജൻസി ലാൻഡിംഗ് നടത്തിയത്? ഇതൊക്കെ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കും. ഇപ്പോൾ പറയാനുള്ളത്, നിലവിൽ രാജ്യസഭാ അംഗമാണ് സുനേത്ര പവാർ. സുപ്രീം സുലയ്ക്കെതിരെ ലോക്സഭയിൽ മത്സരിച്ച് പരാജയപ്പെട്ടെങ്കിലും അവരെ BJP ദേശീയ നേതൃത്വം ഇടപെട്ട് NCPയുടെ രാജ്യസഭാ അംഗമായി ഇപ്പോൾ അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാർ ഇപ്പോൾ രാജ്യസഭയിലുണ്ട്. ഒരു സമാശ്വാസം എന്നോണം, അജിത് പവാറിനുള്ള ബഹുമാനം എന്നോണം, അദ്ദേഹത്തോടുള്ള ആദരവ് ഇപ്പോഴും നിലനിർത്താൻ വേണ്ടിയിട്ട് രാഷ്ട്രീയക്കാരി കൂടിയായ സുനേത്ര പവാറിനെ ഒന്നുകിൽ ഉപമുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രി, കുറഞ്ഞതൊരു മന്ത്രിസ്ഥാനമെങ്കിലും ഇപ്പോൾ മഹാരാഷ്ട്ര മന്ത്രിസഭയിൽ നൽകാൻ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. അപ്പൊ NCP അത് ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ആകസ്മികമായിട്ട് NCPയുടെ നേതാക്കളെല്ലാം ചെന്ന് സുനേത്ര പവാറിന്റെ വസതിയിൽ ചെന്ന് ഒരു യോഗം നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ മരണത്തിൽ അനുശോചനം അർപ്പിക്കുകയാണെങ്കിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ അടക്കം അജിത് പവാറിന്റെ ഭൗതികശരീരത്തെ ആദരഞ്ഞെടുപ്പിക്കാൻ എത്തിയിരുന്നു. ആ വേളയിലാണ് NCP നേതാക്കളും BJP കേന്ദ്ര നേതൃത്വമൊക്കെ നടത്തിയ ചർച്ചകൾ പ്രകാരം സുനേത്ര പവാറിന്റെ ഒന്നുകിൽ മിക്കവാറും അത് മഹാരാഷ്ട്രയുടെ ഒരു അജിത് പവാറിന്റെ അതേ പോസ്റ്റ് തന്നെയാകും ഉപമുഖ്യമന്ത്രി സ്ഥാനം. അപ്പോൾ രാജ്യസഭയിലേക്ക് ഒരു ഒഴിവ് വരുന്നു. സുനേത്ര പവാറിന്റെ ഒഴിവ് വരുന്നു. ആ ഒഴിവിലേക്ക് ഇപ്പോൾ NCPയുടെ ദേശീയ നേതാവായി നിൽക്കുന്ന PC ചാക്കോയെ രാജ്യസഭയിലേക്ക് അയക്കാനാണ് ഇപ്പോൾ NCPയുടെ തീരുമാനമെന്ന് അറിയുന്നുണ്ട്. ആ പ്രഖ്യാപനം 2 ദിവസത്തിനകം ഉണ്ടാകും. സുനേത്ര പവാറിനെ ഉപമുഖ്യമന്ത്രിയോ മഹാരാഷ്ട്രയിലെ ഒരു മന്ത്രിയോ ആക്കിക്കൊണ്ടുള്ള തീരുമാനവും ഉടൻ തന്നെ ഉണ്ടാകും. കാരണം ആ കുടുംബത്തെ അകറ്റി നിർത്താൻ പാടില്ല. പവാർ കുടുംബത്തെ, അജിത് പവാറിന്റെ കുടുംബത്തെ തങ്ങൾക്കൊപ്പം നിർത്തണം എന്നൊരു നിലപാടിലാണ് ഇപ്പോൾ NCPയും കേന്ദ്ര BJP ഘടകം നിൽക്കുന്നത്. അപ്പം PC ചാക്കോയെ ഇപ്പോൾ അവർ ദേശീയ ഘടകത്തിലേക്ക് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയും കേൾക്കുന്നു. മറ്റ് പല കാര്യങ്ങളൊക്കെ ഇപ്പൊ വരുന്ന അടുത്ത ബാരാമതിയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ആ ഉപതെരഞ്ഞെടുപ്പിൽ സുനേത്ര പവാർ മത്സരിക്കാനാണ് ഇപ്പോൾ പാർട്ടി തന്നെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇനിയിപ്പോൾ അടുത്ത മോദി സർക്കാർ ഇപ്പം ഏപ്രിൽ മാസത്തിൽ ഒരു അഴിച്ചുപണിക്കുള്ള സാധ്യത ഉണ്ട് കേന്ദ്ര മന്ത്രിസഭയിൽ. അങ്ങനെ വരുമ്പോൾ ഇവിടെ നിന്നൊരു മന്ത്രി അല്ലെങ്കിൽ അജിത് പവാറിന്റെ കുടുംബത്തിൽ നിന്നും ആരെങ്കിലും ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായിട്ട് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ലല്ലോ. പക്ഷെ ഇപ്പോൾ പറയുന്നത് തൽക്കാലം PC ചാക്കോ ആ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് PC ചാക്കോയെ അക്കോമഡേറ്റ് ചെയ്യുന്നു. സുനേത്രയെ സംസ്ഥാനത്ത് തന്നെ നിർത്തുന്നു. സുനേത്ര പവാറിനെ അതേസമയം സുപ്രിയ സുലെ, നമ്മുടെ ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലെ ഇപ്പോൾ പാർലമെന്റ് അംഗമാണ്. ഇത്തവണത്തെ അവൾ പാർലമെന്റിൽ സജീവമായി ലോക്സഭ അംഗമാണ്. അപ്പോൾ സുപ്രിയ സുലെ അടക്കം 1-2 പേരെ കൂടി ഉൾപ്പെടുത്തി കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുമെന്ന മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്. ഇതെല്ലാം ഒരു സമയത്തായിരിക്കും നടക്കുക. 2 ദിവസത്തിനകം പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും കേന്ദ്രത്തിൽ ഇത്തരം ഒരു തിടുക്കപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. കാരണം ഒരു മന്ത്രിസഭ റീഷഫിളിംഗ് ഇതിന്റെ കൂടെ നടക്കുമ്പോൾ സുപ്രിയ സുലെ അടക്കമുള്ള 1-2 പേരെ കൂടി പുതുതായി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി പവാറിന്റെ മകൾ സുപ്രിയ സുലെ ഉൾപ്പെടുത്തി കേന്ദ്ര മന്ത്രിസഭ വികസിപ്പിക്കുന്നു. അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാറിനെ ബാരാമതിയിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്നു. അതിനു മുമ്പായി അവരെ മുഖ്യമന്ത്രിയായി നിലവിലെ ഏകനാഥ് ഷിൻഡെയുടെ അടക്കം സമ്മതത്തോടെയാണ് ഈ തീരുമാനം വന്നത്. ശ്രദ്ധേയമാണ്. പിന്നെ അടുത്ത കാര്യം, ഇങ്ങനെ വരുമ്പോൾ കേരളത്തിൽ സുപ്രധാനമായ മാറ്റം വരുന്നുണ്ട്. പവാർ പക്ഷം നേരെ വീണ്ടും BJPയിലേക്ക് ശക്തമായി നീക്കുമ്പോൾ കേരളത്തിൽ NCPക്ക് 2 പേരുണ്ട്. തോമസ് കെ തോമസ്, കുട്ടനാട് MLA തോമസ് കെ തോമസും മന്ത്രി ശശി. ഈ 2 പേർക്കും റീജിയണൽ NCP ഘടകമായിട്ട്
ഇവിടെ മാറേണ്ടി വരും. അവർക്ക് നിലവിൽ അവർ ദേശീയ NCP നേതൃത്വമായിട്ട് വിഘടിച്ച് നിൽക്കുകയാണ്. കാരണം അവിടെ BJP ഘടകകക്ഷിയാണ്, ഇവിടെ LDFന്റെ ഘടകകക്ഷിയാണ്. അപ്പൊ അത് രണ്ട് വെള്ളത്തിൽ ചവിട്ടിയുള്ള യാത്രയാണ്. നമ്മുടെ ഇവിടുത്തെ LDF സർക്കാരിന് ഇടത് മുന്നണിക്ക് അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം അങ്ങനെയെങ്കിലും BJPയിലേക്ക് ഒരു പാലം കിട്ടിയല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇവിടുത്തെ LDF സർക്കാർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശശീന്ദ്രനും തോമസ് കെ തോമസും ഇപ്പോൾ 2 MLA-മാരും ഇനി പ്രാദേശികമായി റീജിയണൽ പാർട്ടി പ്രഖ്യാപിച്ച് കേരളത്തിൽ നിൽക്കേണ്ടി. ഒരു സംബന്ധിച്ചാൽ ആദ്യം ഈ അജിത് പവാറിന്റെ മകൻ പാർട്ടിനെ രാഷ്ട്രീയത്തിലേക്ക്, അതായത് ഈ സ്വാഭാവികമായി അച്ഛൻ മരിക്കുമ്പോൾ മകൻ ഈ പാർട്ടിയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വരാനായിട്ട് നിന്നത്. പക്ഷേ പാർട്ടിനെ ആദ്യം തന്നെ ഇറക്കിയ സമയത്ത് വലിയ രീതിയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിലും അതോടൊപ്പം തന്നെ അണികളുടെ ഇടയിലും വലിയൊരു സ്വീകാര്യത കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഭാര്യയെ തന്നെ കളത്തിൽ ഇറക്കാൻ പോകുന്നൊരു നീക്കത്തിലേക്ക് പാർട്ടി തന്നെ ഇപ്പോൾ എത്തുന്നത്. അങ്ങനെ ഒരു വിവരവും വരുന്നുണ്ട്. അതുപോലെ ഈ ബാരാമതിയിൽ സുനേത്രയ്ക്ക് ബാരാമതിയിലെ ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ ഒരു കമ്പനിയുടെ CEO ആണ് സുനേത്ര. അതുപോലെ തന്നെ ഒരു മഹാരാഷ്ട്രയിലെ തന്നെ ഒരു വളരെ വിശാലമായ പ്രമുഖമായ ഒരു എൻവയോൺമെന്റൽ കമ്പനിയുടെ ചെയർപേഴ്സൺ കൂടിയാണ്. അങ്ങനെ ബാരാമതിയിലടക്കം അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് അജിത് പവാറിന്റെ ഭാര്യ സുനേത്രയും. അപ്പൊ സുനേത്രയ്ക്ക് ബാരാമതി ഒട്ടും അപരിചിതമല്ല. അപ്പോൾ വളരെ നിർണായകമായ ചില രാഷ്ട്രീയ തീരുമാനങ്ങൾ അജിത് പവാർ കുടുംബത്തെ കൈവിടാതെ NDA സർക്കാർ മുന്നോട്ട് പോകുന്നു മഹാരാഷ്ട്രയിൽ എന്ന് തന്നെ വേണം വ്യക്തമായി പറയാം.